ഒരു ആം ഹോൾ എങ്ങനെ പെർഫെക്റ്റായി കട്ട് ചെയ്യാൻ നോക്കിയാലോ. ഞാനിവിടെ തുണി 4ആയിട്ട് മടക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്കിൻ്റെ വിഡ്ത്തും ലെങ്ത്തും മാർക്ക് ചെയ്ത് കൊടുക്കാം. ഒരു 3 ഇഞ്ചും 6 ഇഞ്ചും ആണ് ഞാൻ എടുക്കുന്നത്. ഇനി ഷോൾഡറാണ് മാർക്ക് ചെയ്യുന്നത്. അത് എത്രയാണോ നമ്മുടെ ഷോൾഡർ വിഡ്ത്ത് വരുന്നത് അതിൻ്റെ ഹാഫിനോട് 1/2 ഇഞ്ച് കൂട്ടുക. അതായത് ഞാൻ ഇവിടെ 12 ആണ് എൻ്റെ ഷോൾഡർ വരുന്നത്. അപ്പോൾ അതിൻ്റെ പകുതി 6 + 1/2 ഇഞ്ച് 6.5 ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. അത് തന്നെയാണ് ആം ഹോളിൻ്റെ ലെങ്ത്തായിട്ട് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ഇനിതാ ഇതേപോലെ നീട്ടി വരച്ചു കൊടുക്കുക. ഇനി നമ്മൾ ചെസ്റ്റ് മെഷർമെൻറ്റ് മാർക്ക് ചെയ്യുന്നത് അവിടെ തന്നെയാണ്. ഞാനിവിടെ ചെസ്റ്റ് മെഷർമെൻറ്റ് 9 ആണ് മാർക്ക് ചെയ്യുന്നത്, + 1.5 ഇഞ്ച് തയ്യൽത്തുമ്പും. ആം ഹോൾ കർവിന് വേണ്ടി നമുക്ക് ഈ ഒരു പോയിൻ്റ് വേണ്ടതാണ്. ഇനി ഇവിടെ 6.5 കിട്ടിയില്ലേ, അതിൻ്റെ ഹാഫ് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ഈ കോർണറിൽ നിന്ന് ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. അത് നമ്മുടെ ചെസ്റ്റ് മെഷർമെൻറ്റിന് 24 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1.5 കിട്ടുന്നതാണ്. ഇനി ഈ 3 പോയിൻറ്റ്സിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന രീതിയിൽ ഒന്ന് കേർവ് ചെയ്ത് വരച്ചു കൊടുക്കുക. നിങ്ങൾക്ക് അങ്ങനെ കേർവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇതേപോലെ ഒരു ആം ഹോൾ കേർവ് ഉപയോഗിച്ച് ചെയ്താലും മതി. ഇനി ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് നമുക്ക് ഫ്രണ്ടിൽ ആം ഹോൾ കുറച്ചുകൂടി ഒന്ന് കേർവ് ചെയ്ത് വരച്ചു കൊടുക്കാം. ഇനി കുർത്തിക്ക് വേണ്ട ബാക്കിയുള്ള മെഷർമെൻറ്റ്സ് ഒക്കെ നമുക്ക് ചെയ്യാം. ഇനി നമുക്കിതൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് സ്റ്റിച്ചിങ് ചെയ്യുമ്പോൾ ഏറ്റവും കൺഫ്യൂഷൻ വരുന്നൊരു സ്റ്റേജാണ് ആം ഹോൾ കട്ട് ചെയ്യുക, സ്ലീവ് കട്ട് ചെയ്യുക. ഒക്കെ സ്ലീവ് കട്ട് ചെയ്യുന്ന വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഫുൾ കുർത്തി കട്ട് ചെയ്യുന്ന ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം സ്റ്റേ ട്യൂൺ ഗൈസ്. നമുക്ക് ആദ്യം ബാക്കത്തെ ആം ഹോൾ കട്ട് ചെയ്യാം. ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷനും സെപ്പറേറ്റ് ആക്കിയതിന് ശേഷം നമുക്ക് നെക്ക് കട്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഫ്രണ്ടത്തെ ആം ഹോൾ കുറച്ചുകൂടി കേർവ് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കാം. അവിടെ വേണമെങ്കിൽ ഒരു നോച്ച് ഇട്ട് കൊടുക്കാം, നമുക്ക് മാറിപ്പോവാതിരിക്കാൻ വേണ്ടി. ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് ആം ഹോൾ കട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.